Watch full episodes on Jio Hotstar. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ദിവസം നമ്മുടെ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നമ്മൾ ദ സെർച്ച് ഓഫ് ഗോൾഡൻ ഔൾ കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. എന്നാൽ ഇത് സാധാരണ ഒരു കോമ്പറ്റീഷൻ അല്ല. ഗോൾഡൻ ഔൾ അഡ്വാൻസ് മാജിക്കൽ അക്കാദമിയുടെ പ്രൊട്ടക്ടർ ആണ്. അത് അക്കാദമിയുടെ ക്യാമ്പസിൽ എവിടെയോ ഉണ്ട്. പക്ഷേ എവിടെയുണ്ടെന്ന് അത് ആർക്കും അറിയില്ല. ഇന്നേക്ക് 60 വർഷത്തിനു മുമ്പ് ജയ്സിംഗ് എന്നു പേരുള്ള സ്റ്റുഡന്റ് അത് അന്വേഷിച്ചു പോയിരുന്നു. എന്നാൽ അതിനുശേഷം വേറെ ആർക്കും അത് തേടി കണ്ടെത്താനായില്ല. എനിക്ക് ഉറപ്പാണ് ഇവര് പറഞ്ഞ ജയ്സിംഗ് നമ്മുടെ മുത്തശ്ശൻ തന്നെയാണ്. സൈലൻസ്. ഈ കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണോ ആ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്തുന്നത് അവർക്ക് ട്രോഫിയോടൊപ്പം ബാക്കിയുള്ള അക്കാദമിക് വർഷത്തിലേക്കുള്ള ഫ്രീ സ്കോളർഷിപ്പും ലഭിക്കും. ഈ കോമ്പറ്റീഷനിൽ ആരൊക്കെയാണോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ റൈറ്റിൽ വന്നു നിൽക്കൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റിൽ വന്നു നിൽക്കൂ. യെസ് അപ്പു, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, നമ്മുടെ സ്കൂളിന് വേറൊരു ഇമ്പോർട്ടന്റ് ട്രഡീഷനും ഉണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റുഡന്റിന് പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോൾ ടീച്ചേഴ്സ് അവരെ സഹായിക്കുന്നതാണ് പതിവ്. എന്താ കറക്റ്റ് അല്ലേ മാഡം? ഇവനിപ്പോ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അതുകൊണ്ട് ഡേ 1 മുതൽ ടീച്ചേഴ്സ് ഇക്കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. താങ്ക് യു മാഡം. അപ്പൊ നിങ്ങളെ ഏതെങ്കിലും ഒരു ടീച്ചറിനെ എനിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് തരാമോ? അപ്പൊ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്താൻ അവരെന്നെ സഹായിക്കുമല്ലോ അല്ലേ? കലക്കി അപ്പു, എന്തൊരു പ്ലാനിങ്ങാ. കോമ്പറ്റീഷനിൽ പോലും അല്ല, നിനക്ക് വേണ്ടി എക്സാമിന് പോലെ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് 100% മാർക്സ് തീർച്ചയായും കിട്ടുമല്ലോ. ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങള്. സൈലൻസ്. കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ആരുടെ സഹായവും കിട്ടില്ല. കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അത് നിന്റെ ചോയ്സ് ആണ്. ഒരുപക്ഷെ നീ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് വിട്ടേക്കൂ. അത് അങ്ങനെയല്ല മാഡം, ഞാൻ തീർച്ചയായും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റൂൾസ് കേക്കു കുട്ടികളെ. കോമ്പറ്റീഷനിൽ കുറെ അബ്സ്ട്രാക്റ്റുകൾ ഉണ്ട്. ആർക്കെങ്കിലും അത് ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഈ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആകും. ഓട്ടോമാറ്റിക്കലി ഹാളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ ഹാളിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആയെന്നാണ്. ഓക്കെ സ്റ്റുഡൻസ്, നൗ ബി അലർട്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. എല്ലാവരും റെഡിയാണോ? ആദ്യത്തെ ക്ലൂ ഇതാണ്. ഞാൻ സ്കൂളിന് അകത്തുമല്ല, ഞാൻ സ്കൂളിന് പുറത്തുമല്ല. ഒരു സ്റ്റെപ്പ് തെറ്റായി എഴുതി വെച്ചാൽ പിന്നെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ഓൾ ദ ബെസ്റ്റ്. കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് നൗ. ജോഡി, രുദ്ര ഗോൾഡൻ ഔൾ കണ്ടെത്തട്ടെ. നമ്മൾ വെറുതെ അവനെ ഫോളോ ചെയ്താൽ മതി. അവനത് തേടി കണ്ടെത്തുമ്പോൾ നമ്മൾ ആ ഗോൾഡൻ ഔളിനെ തട്ടിപ്പറിച്ചിട്ട് രക്ഷപ്പെട്ടേക്കാം. വെരി ഗുഡ് ഐഡിയ ജെനി. മിഠായി ഇതുവരെ കിട്ടിട്ടില്ല, പക്ഷെ ഉറുമ്പുകൾ പിന്നാലെ തന്നെയുണ്ട്. നീ എന്താ ഈ പറയുന്ന മൈര? ഏത് മിഠായിയാണ്? ഏത് ഉറുമ്പുകളാ? ഒന്ന് തിരിഞ്ഞു നോക്ക്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് കണ്ടോ? സാരമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. മമ്മി, നിങ്ങളോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവരെ രഹസ്യമായിട്ട് പോലും ഫോളോ ചെയ്യാൻ അറിയില്ലല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ആ കോമ്പറ്റീഷനിൽ രുദ്രയെ തോൽപ്പിക്കുന്നത്? ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അക്കീര, സക്കീര, ബസൂക്ക, ജെനിയും ജോഡിയും കൊച്ചു പക്ഷികളായി മാറട്ടെ.
മമ്മി ഇത് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഇത് അല്പസമയത്തെ കാര്യ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് രുദ്രയെ ഫോളോ ചെയ്യാൻ പറ്റും. അവൻ എങ്ങാനാ ഗോൾഡൻ ഔളിനെ കണ്ടുപിടിച്ച നിങ്ങൾ രണ്ടുപേരും അത് തട്ടിപ്പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. യു ആർ ടു ഗുഡ് മമ്മി. ലവ് യു മമ്മി. ബൈ. ബബിൾ ട്രബിൾ. ഞാനിപ്പോ കുറച്ചു മുമ്പ് ജെനിയും ജോഡി ഓടിപ്പോകുന്നത് കണ്ടതാ. ശത്രുവിന്റെ ശത്രു നമുക്ക് കൂട്ടുകാരനാണ്. വേഗം വാ. സ്കൂളിനകത്തുമല്ല, സ്കൂളിന് പുറത്തുമല്ല, സ്കൂളിനകത്തുമല്ല, സ്കൂളിന് പുറത്തുമല്ല. എന്ത് പറ്റി രുദ്ര? എന്താ നിന്ന് പോയത്? റിമെമ്പർ, പ്രിൻസിപ്പൽ മാഡം ആദ്യം പറഞ്ഞ ക്ലൂ എന്തായിരുന്നു? ഗോൾഡൻ ഔൾ സ്കൂളിനകത്തുമല്ല പുറത്തുമല്ല. നമ്മളും ഇപ്പൊ സ്കൂളിനകത്തുമല്ല പുറത്തുമല്ല എന്ന് വെച്ച നമ്മുടെ ടാർഗറ്റ് ഇപ്പൊ നമ്മുടെ കാലിന്റെ താഴെ തന്നെ ഉണ്ടാവണം. ഇപ്പൊ എന്റെ കാല് സ്കൂളിന് പുറത്തുമല്ല അകത്തുമല്ല. ഇപ്പൊ ഞാൻ നടുക്കാണ് നിൽക്കുന്നത്. ഒരു മിനിറ്റ്. ഫ്രണ്ട്സ്, കിട്ടിപ്പോയി. ഈ ലാഡർ കാണാതെ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് കേറി അകത്തേക്ക് ചെല്ലാം. രുദ്ര, ഈ ഇരുട്ടിൽ നമ്മൾ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. ലൈറ്റ് ക്രിയേറ്റർ. അല്ല, ഇത് ഏതാ സ്ഥലം? നമ്മൾ തുടർന്ന് രുദ്രയെ ഫോളോ ചെയ്ത് പോയോണ്ടിരിക്കണം. ഇവിടെ ഗോൾഡൻ ഔളിന്റെ അടയാളം പോലും കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. രുദ്ര, അവിടെ നോക്ക്. താഴെ നമ്മുടെ അക്കാഡമി കാണാൻ പറ്റുന്നുണ്ട്. അക്കാഡമി കാണാൻ പറ്റുന്നുണ്ടെന്നോ? ഈ സ്ഥലം അക്കാഡമിയിലല്ലോ, പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ അടുത്താണ്. ഒന്ന് വേഗം എഴുന്നേൽക്ക് ജോഡി, അവർ മുന്നോട്ട് പോവാ. ഇവിടെ എന്താ പ്രശ്നം? രുദ്ര, ഈ ക്രീച്ചേഴ്സ് ഫ്രണ്ട്ലി അല്ലെന്ന് തോന്നുന്നത്. അതിപ്പോ നമ്മുടെ നേർക്ക് വരികയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.